പഠനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ ലാബ് സൗകര്യങ്ങളോ കൊണ്ടുവരാതെ +1 പ്രവേശനത്തിന് ഇക്കുറിയും അധിക ബാച്ച് അനുവദിക്കാതെ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തെ തകർത്ത് തരിപ്പണമാക്കും. മന്ത്രി ശിവൻകുട്ടിയോട് കെടുകാര്യസ്ഥ ഇല്ലാത്ത നടപടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തൊക്കെയാണ് വിദ്യ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി കാട്ടിക്കൂട്ടുന്നത്? ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ പുറകോട്ടടിക്കുമെന്ന് അധ്യാപകർ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഒരു മന്ത്രിക്ക് വേണ്ടതല്ലേ? താൽക്കാലിക ബാച്ചിനും മാർജിനൽ വർധനയ്ക്കും പകരം സ്ഥിതി ബാച്ച് അനുവദിച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപക നിയമനം തുടങ്ങി ഒട്ടേറെ കടമകൾ സർക്കാരിന് മുന്നിൽ തലവേദനയാകും. അതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സ്ഥിരം സംവിധാനത്തിന് പകരം സീറ്റ് വർധന എന്ന കുറുക്കുവഴി വിദ്യാഭ്യാസ മന്ത്രി തേടിയിരിക്കുന്നത്. ഇത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കുന്നതാണെന്ന വസ്തുത പിണറായി സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല. സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് +1 പ്രവേശനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാർജിനൽ സീറ്റ് വർധനയും താൽക്കാലിക ബാച്ചുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കനത്ത പ്രഹരം ഉണ്ടാക്കുന്നതാണിത്. കോഴിക്കോട് മാത്രം ഈ വർഷം ഉപരിപഠന യോഗ്യത നേടിയത് 43,720 വിദ്യാർത്ഥികളാണ്. ആകെയുള്ളതാവട്ടെ 30,700 സീറ്റുകൾ മാത്രവും. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ എവിടെ പോയിരുന്നു പഠിക്കും? മന്ത്രി ശിവൻകുട്ടി ജനത്തോട് മറുപടി പറയേണ്ട വിഷയമാണിത്. താൽക്കാലിക സീറ്റ് വർധന നടത്തിയാൽ ആവട്ടെ 7,000-ൽ പരം പേർ ക്ലാസ്സിന് പുറത്തു പോകുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. CBSE ICSE 10ാം ക്ലാസ് ഫലങ്ങൾ കൂടി പുറത്തു വന്നതോടെ വിദ്യാർത്ഥികളുടെ പഠന പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ബഹുഭൂരിപക്ഷം സ്കൂളുകളിലും 50 പേർക്ക് ഇരിക്കാവുന്ന ക്ലാസ് മുറികളാണ് നിലവിലുള്ളത്. മാർജിനൽ വർധനയിലൂടെ അത് 65-ൽ എത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയാണ് അത് ബാധിക്കുക. ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ശാസ്ത്ര വിഷയങ്ങളിൽ ലാബ് സൗകര്യത്തിനായി അവർ എവിടേക്കാണ് പോകേണ്ടത്? പലയിടങ്ങളിലും മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികൾ കൊമേഴ്സ് ലാബുകളെയാണ് നിലവിൽ ആശ്രയിച്ചു വരുന്നത്. അടിസ്ഥാന സൗകര്യ വികസനമില്ലാതെ സീറ്റ് കൂട്ടിയാൽ വിദ്യാർത്ഥികളുടെ പഠനം പുറകോട്ടാവുമെന്ന് അധ്യാപകർ പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരെ പോലെ നടപ്പാക്കുന്ന ഇത്തരം താൽക്കാലിക രക്ഷക്കൊരുക്കുന്ന അജണ്ടകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ നട്ടെല്ലൊടിക്കും. മലബാറിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് 150 അധിക +1 ബാച്ച് അനുവദിക്കണമെന്ന് കാർത്തികേയൻ കമ്മിറ്റി നൽകിയ ശുപാർശയിൽ ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടുമില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടത്? സ്വന്തം വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് ശിവൻകുട്ടി പോയേക്കണം. അല്ലാതെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പാടുപെടുത്തുന്ന പരിഷ്കാരങ്ങളുമായി വന്നേക്കരുത്. മുണ്ടും മടക്കി കുത്തി ജഗപുക കാട്ടലല്ല ഒരു മന്ത്രി നടത്തുന്ന നല്ല ഭരണം എന്ന് പറയുന്നത്. ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും, പിന്നെ അധിക ബാച്ചുകൾ അനുവദിക്കൂ, വേണ്ട അധ്യാപകരെ നിയമിക്കൂ, പിന്നെ വേണ്ട സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ചെയ്യുന്നത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കബളിപ്പിക്കുകയാണ്. ഇതൊരു തരം താന്ന പണിയാണ്. ഇത് ജനത്തോട് കാട്ടുന്ന ചതിയാണ്, മറക്കരുത്.